അല്ലെങ്കിൽ ബെസ്റ്റ് ഹെൽത്ത് ഇൻഷുറൻസ് എങ്ങനെ തിരഞ്ഞെടുക്കും എന്ന ഒരു ടോപ്പിക്കാണ് ആദ്യത്തെ വീഡിയോ ആയിട്ട് ഇക്കൊല്ലം നമ്മൾ നോക്കുന്നത്. ഇത് നമ്മളിപ്പോ ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഹ്യൂമൻ സൈക്കോളജി എങ്ങനെയാണ്, നമ്മൾ എന്ത് സാധനം പർച്ചേസ് ചെയ്യാൻ പോയി കഴിഞ്ഞാലും ബെസ്റ്റ് തന്നെയാണ് നമ്മൾ നോക്കുക. ഇപ്പോൾ മൊബൈൽ ഫോൺ ആണെങ്കിലും കാർ ആണെങ്കിലും ബെസ്റ്റ് കാർ, ബെസ്റ്റ് മൊബൈൽ ഫോൺ. ഇനി നമ്മൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ബെസ്റ്റ് റെസ്റ്റോറൻറ്റിൽ നിന്ന് ഭക്ഷണം കഴിക്കുക, അങ്ങനെയാണ്. അപ്പൊ അതുപോലെ തന്നെയാണ് ഹെൽത്ത് ഇൻഷുറൻസിന്റെ കാര്യത്തിലും എല്ലാവരും നോക്കുന്നത് ബെസ്റ്റ് ഹെൽത്ത് ഇൻഷുറൻസ് പർച്ചേസ് ചെയ്യാൻ തന്നെയാണ്. പക്ഷെ ബെസ്റ്റ് എന്നുള്ളത് പലർക്കും പല പാരാമീറ്റേഴ്സ് ആയിരിക്കും, മനസ്സിലായില്ലേ? ചിലവർക്ക് ബഡ്ജറ്റ് ആയിരിക്കും, അതായത് ഏറ്റവും കുറഞ്ഞ പ്രീമിയത്തിൽ മാക്സിമം ബെനിഫിറ്റ് കിട്ടുക. ചിലവർക്ക് എല്ലാ ക്യാഷ്ലെസ് ഹോസ്പിറ്റൽസും ഉണ്ടാവുക. ചിലർക്ക് പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ് ഏറ്റവും പെട്ടെന്ന് തന്നെ കവർ ചെയ്യുക. അങ്ങനെ പലർക്കും പല രീതിയിലായിരിക്കും ബെസ്റ്റ് എന്നുള്ള ഒരു കാര്യത്തിനുള്ള നിർവചനം ഉണ്ടാവുക. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെ ഒരു ബെസ്റ്റ് ഹെൽത്ത് ഇൻഷുറൻസ് ഓരോരുത്തരുടെയും രീതിയിൽ എങ്ങനെ സെലക്ട് ചെയ്യാം, എന്തൊക്കെ പാരാമീറ്റേഴ്സ് നമുക്ക് നോക്കണം എന്നുള്ളതിനെ നമുക്ക് നോക്കാം. ഇതിൽ ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ നമ്മളിപ്പോ മൊബൈൽ ഫോണും കാറൊക്കെ നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു 3 ഇയർ അല്ലെങ്കിൽ 5 ഇയർ അല്ലെങ്കിൽ 7 ഇയർ ഡിസിഷൻ ആയിരിക്കും. ഇപ്പൊ മൊബൈൽ ഫോൺ 3 കൊല്ലത്തിലൊക്കെ നമ്മൾ ചേഞ്ച് ചെയ്യും. കാർ ആണെങ്കിൽ 5 to 7 ഇയേഴ്സിൽ അല്ലെങ്കിൽ 10 ഇയേഴ്സ് ചേഞ്ച് ചെയ്യും. പക്ഷെ ഹെൽത്ത് ഇൻഷുറൻസ് കുറേയും കൂടി ലെങ്തി ആണ്. അതായത് മീൻസ് ഒരു ലൈഫ് ലോങ് പ്രൊഡക്റ്റ് ആണ്. ഒരു 30-40 പ്രൊഡക്റ്റ് 40 ഇയേഴ്സ് നമ്മൾ ഹോൾഡ് ചെയ്യേണ്ട പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ കുറച്ചും കൂടി നമ്മൾ കെയർഫുൾ ആയിട്ട്